അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവർ ബജ്ജി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബജ്ജിയുടെ കൂടെ കഴിക്കുന്ന ചട്നിയുടെ ഒരു റെസിപ്പിയും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു സ്റ്റെം കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലാണ് അത് പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ കഴിവതും കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകിയത് വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, ബസാൻ പൗഡർ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഈ പൊടികൾക്കൊന്നും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വേണ്ടത് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും പൊടികളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കണം. കടലപ്പൊടി എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അപ്പോൾ കടലപ്പൊടി കുറച്ച് അധികം എടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് കടലപ്പൊടി നമ്മുടെ കോളിഫ്ലവർ കഷ്ണങ്ങളിലെല്ലാം പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ അത് തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കാതിരിക്കുക. അതിനുശേഷം നമുക്ക് ബാറ്ററിലേക്ക് നമ്മുടെ ഈ കോളിഫ്ലവർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തീ നല്ലതായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം തീ ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഈ കോളിഫ്ലവറിൻ്റെ അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ തീ എപ്പോഴും കൂട്ടി വെച്ചാൽ പുറമേ മാത്രം കരിഞ്ഞു വരും, അകത്തൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വേകാനുണ്ട്. അതുകൊണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, അതും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. അതും ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി, പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം, കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക്. ആവശ്യത്തിന് ഉപ്പ്, അത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാനിപ്പോൾ താളിക്കുന്നൊന്നുമില്ല. കടുക് പൊട്ടിക്കുന്നവർ വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ബജിയുടെ ആ ഒരു ചട്നിക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോഴേക്കും കോളിഫ്ലവർ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ ഒരുമിച്ചിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്